അൻവർ MLA DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ DMK മുന്നണി പ്രവേശനം ഉണ്ടാകാനാണ് സാധ്യത. അൻവർ ചെന്നൈയിലെത്തിയാണ് DMK നേതാക്കളെ കണ്ടത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, നാളെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ ചെന്നൈയിലെത്തി DMK നേതാക്കളെ അൻവർ കണ്ടിരിക്കുന്നത്. DMKയിലേക്ക് തന്നെ എന്നാണോ സൂചന? ദിവ്യ, അത്തരം വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ അൻവർ കുറച്ച് ദിവസങ്ങളായി എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നതാണ്. ഇന്ന് രാവിലെയും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ എത്തിയിരുന്നു. എന്നാൽ അൻവറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വളരെ അത്യാവശ്യമായി ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു എന്നും നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെയുള്ള ഈ പരാമർശങ്ങൾ ഉണ്ടായതിന് പിന്നാലെ DMKയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അൻവറിനെ കണ്ടിരുന്നു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബോബനും അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരുകേഷനും PV അൻവറുമായി പ്രാഥമികമായ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രധാന നേതാക്കളെ കൂടി കാണണം എന്ന് പറഞ്ഞത്. അൻവറിന് ഇന്നലെ ഈ സമയമില്ലാത്തത് കൊണ്ട് മകൻ റിസ്വാനെ പറഞ്ഞയച്ചിരുന്നു. ഈ മകൻ റിസ്വാൻ ചെന്നൈയിൽ എത്തുകയും ഈ നിലവിലെ വൈദ്യുതി മന്ത്രിയും DMKയുടെ നേതാവുമായ സെന്തിൽ ബാലാജിയുമായി മകൻ റിസ്വാൻ കൂടിക്കാഴ്ച നടന്നു. ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ മറ്റ് പ്രധാന നേതാക്കളും മറ്റ് തിരക്കുകളായതുകൊണ്ട് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. എന്നാൽ DMKയുടെ പ്രധാന നേതാവും രാജ്യസഭാ MP-യുമായ MM അബ്ദുള്ളയും അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. DMKയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഈ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് DMK എന്ന പാർട്ടിയിൽ ഈ അൻവറും അദ്ദേഹത്തോടൊപ്പമുള്ളവർ ലയിക്കുമോ അതോ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഈ DMK മുന്നണിയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും പാർട്ടി രൂപീകരിച്ചാൽ DMKയുടെ മുന്നണിയുടെ ഭാഗമാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ സാജിദ്, അപ്പോൾ നാളത്തെ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ഇക്കാര്യത്തിലും ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ ഇടയുണ്ടോ? അൻവറിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? നമ്മൾ അൻവറുമായി തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം എല്ലാം നാളെ പറയാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ അത് DMK മുന്നണിയുടെ ഭാഗമാകും. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അല്ല, ഈ DMK എന്ന പാർട്ടിയിൽ തന്നെ അൻവർ ഭാഗമാകുകയും DMK നമുക്കറിയാം തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് അടക്കമുള്ള ഈ തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ DMK അത്യാവശ്യം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് കേരളത്തിലൊരു പ്രധാന നേതാവിനെ ലഭിക്കുമെങ്കിൽ അതിന് അൻവർ തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങൾ കൂടി നാളെ പറയാം എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. ഒരുപക്ഷെ നാളെ DMKയുടെ ഏതെങ്കിലും നേതാക്കളും അൻവറിന്റെ മഞ്ചേരിയിലെ സമ്മേളനത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ദിവ്യ, സാജിദ്, ഇവിടെ CPM ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ അൻവർ എങ്ങോട്ടായിരിക്കും നീങ്ങുന്നത് എന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ലീഗിലേക്കാണോ അതോ ഇനി കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയൊരു ബാന്ധവം സൃഷ്ടിക്കേണ്ടതില്ല എന്ന് അൻവർ തന്നെ തീരുമാനിച്ചതായിരിക്കുമോ? എന്തായാലും അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം CPMവുമായി അത്രമേൽ പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് UDF നേതാക്കൾ ആദ്യം അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഒരു നീരസം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഈ അൻവറിനെ എടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അൻവർ ലക്ഷ്യമാക്കുന്നത് കുറച്ചുകൂടി സ്വതന്ത്രമായി നിൽക്കണം എന്നുള്ളതാണ്. അതിന് ഈ MK സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയെ കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ യുവാക്കൾ അടക്കമുള്ള ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ, ഈ സംഘ് പരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ ഇമേജാണ് ഉള്ളത്. അത് തനിക്കും ഗുണകരമാകും. DMKക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തനിക്കും ഗുണകരമാകും എന്ന് PV അൻവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ DMK എന്നൊരു പാർട്ടിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ഇല്ലെങ്കിൽ കൂടി അത് ഈ സ്റ്റാലിൻ അതുപോലെ തന്നെ DMKയുടെ രാഷ്ട്രീയം എന്നിവ ഉയർത്തിപ്പിടിച്ച് അത് തന്റെ പാർട്ടിക്കും, പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ തന്റെ പാർട്ടിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു കണക്ക് കൂട്ടലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ടാണ് എത്രയും വേഗത്തിൽ ഈ അദ്ദേഹത്തിന്റെ ഈ നാളത്തെ പരിപാടിയും പാർട്ടി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഈ കാണാൻ പറ്റുന്ന DMK നേതാക്കളെല്ലാം തന്നെ അദ്ദേഹം പോയി കാണുകയും ഇന്നലെ സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ DMKയുടെ പ്രധാന നേതാവും വൈദ്യുതി മന്ത്രിയുമാണ്. അദ്ദേഹത്തെ മകൻ PV അൻവറിന്റെ മകൻ റിസ്വാൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്.
യെസ് സാജിദ, ഇങ്ങനെയൊരു പ്ലാൻ അത് നേരത്തെ ഉണ്ടായിരുന്നോ അതോ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണോ ചെന്നൈയിലേക്ക് പോയി DMK നേതാക്കളെ കാണാം എന്നത്? കാരണം ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ CPM ബന്ധം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് അൻവറിന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ തന്നെ പുതിയ കരുനീക്കങ്ങൾ അൻവർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? അതായത് അൻവറിന്റെ ഈ പാർട്ടി രൂപീകരണം എന്നുള്ളത് തന്നെ അദ്ദേഹം നേരത്തെ ഉറപ്പിച്ച കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആദ്യം ADGPക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് പ്രധാന സുജിദാസ് SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി തനിക്കൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. പിന്നീട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളുന്നു. പിന്നെ പാർട്ടി ഒപ്പം ഉണ്ടാകുമെന്നത് പ്രതീക്ഷിച്ചു, പാർട്ടിയും തള്ളി പറഞ്ഞു. ഇതോടുകൂടിയാണ് PV അൻവർ ഈ ഒറ്റയ്ക്ക് ആകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കാതെ ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയും പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി 12:30 വരെ അദ്ദേഹവുമായി ചില ചർച്ചകൾ, അതായത് DMK നേതാക്കളെല്ലാം മറ്റ് ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ചെന്നൈയിൽ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പിന്നീട് ഈ പുലർച്ചെയാണ് ചെന്നൈയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമാകുകയും വളരെ പെട്ടെന്ന് അദ്ദേഹം കരിപ്പൂരിൽ നിന്നും ഈ ചെന്നൈയിലേക്ക് വിമാനം കയറുകയും ചെയ്തത്. അദ്ദേഹം ഈ DMKയുടെ നേതാക്കൾ അദ്ദേഹത്തെ നിരന്തരം കേരള സംസ്ഥാന നേതാക്കൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവരുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം വളരെ പെട്ടെന്ന് അദ്ദേഹം, കാരണം നാളെ അദ്ദേഹം വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ DMK നേതാക്കളെ കൂടി ഒരുപക്ഷെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം DMK എന്ന പാർട്ടിയുടെ ഭാഗമാകുമോ എന്ന് കണ്ടറിയണം. ഇല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സ്വന്തമായി രൂപീകരിക്കുകയാണെങ്കിൽ എന്തായാലും DMK മുന്നണിയുടെ ഭാഗമായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അദ്ദേഹം ഉണ്ടാകും എന്ന് അൻവറിന്റെ വരവിനെ DMKയും ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തന്നെ ആയിരിക്കുമോ സാധ്യത? അങ്ങനെയാണ്. കാരണം DMKയുടെ മുരുകേശൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം വളരെ അടുപ്പമുള്ള തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി വളരെ അടുപ്പമുള്ള പ്രധാന DMKയുടെ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുകയും PV അൻവറുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ നേതാക്കൾ കൂടി, ഈ മുരുകേഷനും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ ബോബനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ചെന്നൈക്ക് അൻവറിനൊപ്പം പോവുകയും ഈ രാജ്യസഭാ MP അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. യെസ്, സാജിദ് അജ്മലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പുതിയ കരുനീക്കങ്ങളുമായി അൻവർ രംഗത്തെത്തുകയാണ്. PV അൻവർ MLA ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ DMK മുന്നണി പ്രവേശനം ഉണ്ടാകാനാണ് സാധ്യത. അൻവർ ചെന്നൈയിലെത്തിയാണ് ഇപ്പോൾ നേതാക്കളെ കണ്ടിരിക്കുന്നത്.